ഹലോ, വെൽക്കം ആളൊക്കെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അമിനോ ആസിഡ്സ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ഡിഫറെന്റ് വേസ്. ആദ്യമായിട്ട് നമുക്ക് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതെന്ന് നോക്കാം. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. അതായത് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഹിസ്റ്റഡീൻ. അപ്പോൾ നോൺ എസെൻഷ്യൽ ഇതൊക്കെയാണ്: ഗ്ലൈസിൻ, അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, അസ്പെറാജിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടമൈൻ, സിസ്റ്റീൻ, സെറിൻ, ടൈറോസിൻ, പ്രോലിൻ, അർജിനിൻ. ഇതില് നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ് ഭംഗിയായിട്ട് മനസ്സിലായാൽ ബാക്കിയുള്ളത് നോൺ എസെൻഷ്യൽ ആണല്ലോ. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഒരു ന്യൂമോണിക്സ് ഞാൻ പറയാം, നോക്കാം. ട്രൈ ദിസ് VIP മാൾ ഓർത്തിരിക്കാമല്ലോ. അതില് ട്രൈ ട്രിപ്റ്റോഫാൻ, ദിസ് അതിലെ ടി ത്രിയോണിൻ, ഹിസ് ഹിസ്റ്റഡീൻ, VIP അതിലെ വി വാലിൻ, ഐസോലൂസിൻ, പി ഫിനൈലലാനിൻ, എം മെത്തിയോണിൻ, എൽ ലൂസിൻ ആൻഡ് ലൈസിൻ. അമിനോ ആസിഡിന്റെ സിംഗിൾ ലെറ്റർ കോഡ് സാധാരണ ചോദിക്കാറുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്ത് ഡോക്ടർ മാർഗരറ്റ് ഓക്ലെ ഡേഹോഫ്. ഈ പേര് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് വരും അല്ലെ, പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സിംഗിൾ ലെറ്റർ കോഡ്, അതായത് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആണ് പലതിലും. വാലിൻ ഇവിടെ വി, ലൂസിൻ എൽ അല്ലെ. അപ്പൊ അല്ലാത്തത് ഏതാണെന്ന് ആദ്യമാണ് മനസ്സിലാക്കണം. എളുപ്പം ഓർത്തിരിക്കാനുള്ള ഒരു രീതിയാണ്. ഇപ്പൊ ലൈസിൻ എന്താണ്? കെ അല്ലേ. അതുപോലെ ഫിനൈൽ അലാനിൻ എഫ് ആണ്. അതുപോലെ ട്രിപ്റ്റോഫാൻ W ആണ് അല്ലേ. ഇങ്ങനെ യൂണീക്ക് ആയിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെയും ഒരു 6 അങ്ങനെ ഉണ്ട്. അതായത് അസ്പാർട്ടിക് ആസിഡ് D ആണ്, അസ്പറാജിൻ N ആണ്, ഗ്ലൂട്ടമിക് ആസിഡ് E ആണ്, അതുപോലെ ഗ്ലൂട്ടമൈൻ Q, then ടൈറോസിൻ Y, then ആർജിനിൻ R. എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇതില് നമുക്ക് ഹിസ്റ്റഡിനും ആർജിനും സാധാരണ എന്ത് പറയും, സെമി എസെൻഷ്യൽ അമിനോ ആസിഡും പറയാനുള്ളത്. അത് കൂടെ നമുക്ക് വായിച്ചിരിക്കുക. ദെൻ ഇനി 21st അമിനോ ആസിഡ്, നമ്മൾ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ് ഉള്ളതെങ്കിൽ നമുക്കറിയാമല്ലോ 21st 22nd ഉണ്ടല്ലോ. അതിന്റെ സിംഗിൾ ലെറ്റർ കോഡോ എല്ലാം ചോദിക്കാറുണ്ട്. 21st അമിനോ ആസിഡ് പറയുന്നത് സെലിനോസിസ്റ്റീൻ ആണ്, കോഡഡ് ബൈ UGA, സ്റ്റോപ്പ് കോഡോൺ ആണ്. സിംഗിൾ ലെറ്റർ കോഡ് U ആണ്. 22nd പറയുന്നത് പൈറോലൈസിൻ, EAG ആണ് കോഡ്, സിംഗിൾ ലെറ്റർ O. ഇനി ഇമനോ ആസിഡ് എന്ന് പറയുന്നത് ഏതാ? പ്രോലിനെയാണ്. ഒരു ഇമനോ ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോത്ത് ഇമൈൻ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാമല്ലോ. ഇനി ഗ്ലൈസിനും ഒരു പ്രത്യേകത ഉണ്ട്. ഗ്ലൈസിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഞാൻ പറയും, ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അമിനോ ആസിഡ് വിച്ച് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ ഓൾ അമിനോ ആസിഡ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് എക്സെപ്റ്റ് ഗ്ലൈസിൻ. അതുപോലെ പ്രോലിനും ഗ്ലൈസിനും ഉള്ള മറ്റൊരു പ്രത്യേകത എന്താ? മറ്റ് പല അമിനോ ആസിഡിനും ഒരു യൂണീക്നെസ് ഉള്ളതല്ല. ഞാൻ പ്രോട്ടീൻ സ്ട്രക്ചർ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. പ്രോലിൻ ആൻഡ് ഗ്ലൈസിൻ ആർ സംടൈംസ് നോൺ ആസ് ഹെലിക്സ് ബ്രേക്കേഴ്സ് ബിക്കോസ് they disrupt the regularity of the helical backbone. The helical backbone that will be disrupted. That confirmation. Okay. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പൊളാരിറ്റി. ഈ അമിനോ ആസിഡിനെ ഹൈഡ്രോഫിലിക് അഥവാ പോളാർ എന്നും ഹൈഡ്രോഫോബിക് അഥവാ നോൺ പോളാർ എന്നും കൊടുക്കാം. ഇവിടെ 11 പോളാർ, അതായത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഉള്ളത്. ഇതില് ഔട്ട് ഓഫ് ദിസ് 11 പോളാർ അമിനോ ആസിഡ് ഇവിടെ 5 എന്താണെന്ന് അറിയാം, ചാർജിലാണ്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഓർ നെഗറ്റീവ്ലി. നോക്കുക, ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ അസിഡിക് അമിനോ ആസിഡ് ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണല്ലോ, അറിയാമല്ലോ. അപ്പൊ അതിൽ അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും അസിഡിക് ആണ്. അതുപോലെ ഇതും ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ബേസിക് ആണല്ലോ. ബേസിക് അമിനോ ആസിഡ് എന്ന് പറയാൻ നമ്മൾ പലയിടത്തും DNA സ്ട്രക്ചർ പഠിക്കുമ്പോഴും എല്ലാം അതിൽ അസോസിയേറ്റ് ചെയ്ത് കാണുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈസിൻ, ആർജിനിൻ അത് ബേസിക് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഹിസ്റ്റഡീൻ കൂടെ. അപ്പോൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ അത്.
നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എക്സെട്രയാണ് അറിയാമല്ലോ, വായിച്ചിരിക്കുക. മറ്റൊരു ക്ലാസിഫിക്കേഷൻ അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് അമിനോ ആസിഡ്. അലിഫാറ്റിക് അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ ഹൈഡ്രോകാർബൺ സൈഡ് ചെയിൻ. എക്സാമ്പിൾ അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, പ്രോലിൻ. മെത്തിയോണിനെ സംടൈംസ് കൺസിഡർഡ് ആസ് അലിഫാറ്റിക്, കാരണം ഈവൻ ദോ ദ സൈഡ് ചെയിൻ കണ്ടെയ്ൻ സൾഫർ ആറ്റം. സൾഫർ ആറ്റം ഉണ്ടെങ്കിൽ അതിനെ അലിഫാറ്റിക് എന്ന് പറയാറുണ്ട്. Aromatic amino acids contain an aromatic side chain. Example, phenylalanine, tyrosine, tryptophan. എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനം തന്നെയാണ്, എന്നാലും ക്ലാസിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതും പലരും തെറ്റിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റ്. ഇത് മെറ്റബോളിസം പറയുമ്പോൾ ഞാൻ പറയും അത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ രീതിയിൽ ഞാൻ ഇവിടെ പറയാം. അതായത് amino acids are degraded to one of 7 metabolic intermediates. ഇതിന് മെറ്റബോളിസം നടക്കുമ്പോൾ ഈ പറഞ്ഞ 7 എണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും വരുന്നത്. ഈ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിന്റെയും മെറ്റബോളിസം നടക്കുമ്പോൾ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് ഒന്നുകിൽ പൈറുവേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ആയിരിക്കാം, സക്സനൈൽ കോഎൻസൈം എ, ഫ്യൂമറേറ്റ്, ഓക്സാലോഅസെറ്റേറ്റ്സ്, അസറ്റൈൽ കോഎൻസൈം എ or acetoacetate. The amino acids may therefore be divided into 2 groups based on their catabolic pathway. അതായത് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് എന്നും കീറ്റോജനിക് അമിനോ ആസിഡ് എന്നും. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡിന്റെ കാർബൺ സ്കെൽട്ടൺ എന്താണ്? ഡീഗ്രേഡ് ടു പൈറുവേറ്റ്, ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ്, സക്സനൈൽ കോഎൻസൈം എ, ഫ്യൂമറേറ്റ്, ഓക്സാലോഅസെറ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് പ്രിക്കസ് ആണ്, അല്ലെ? അത് ഗ്ലൂക്കോസ് പ്രിക്കസേഴ്സ് ആണല്ലോ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്. കീറ്റോജനിക് അമിനോ ആസിഡ് whose carbon skeletons are broken down to acetyl coenzyme A or acetoacetate. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ ഇത്രയൊന്നും മനസ്സിലാക്കുക. Of the standard set of 20 amino acids, only leucine and lysine are solely ketogenic. ഓർക്കാലോ, ഇപ്പൊ 2 എണ്ണമായി. സോളി കീറ്റോജനിക് ആയിട്ടുള്ള 2 എണ്ണം. ഇതെല്ലാം ലൂസിൻ ആൻഡ് ലൈസിൻ. ഇനി ഒരു 5 എണ്ണം ഓർത്തിരിക്കുക. ഐസോലൂസിൻ, ഫിനൈലലൈൻ, ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ, ടൈറോസിൻ. ഈ 5 എണ്ണവും ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക് ആണ്. ഇത്രയും ഓർക്കാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ 2 എണ്ണം കീറ്റോജനിക് ആയി, ലൂസിനും ലൈസിനും. 5 എണ്ണം ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക് ആയി. അപ്പൊ ഇത്ര 7 കഴിഞ്ഞിട്ട് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്, 7 കഴിഞ്ഞിട്ട് 13. Remaining 13 amino acids are classified as solely glucogenic. Okay, question here. Choose the incorrect statement out of the following. Incorrect. Only L amino acids are found in the biological system. Correct alle. നമ്മള് ബാക്ടീരിയയുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ പഠിക്കുമ്പോൾ അപൂർവം D amino acid ഉണ്ടെന്നുള്ളത് എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണ്. ഗ്ലൈസിൻ ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പറഞ്ഞു, അതൊരു എക്സെപ്ഷൻ ആണ്, അല്ലേ? അലാനിൻ ഈസ് എൻ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണോ? അല്ലല്ലോ. എസെൻഷ്യൽ അമിനോ ആസിഡ് ബൈഹാർട്ട് ആക്കുക. എന്തായാലും അലാനിൻ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ല. സെലിനോസിസ്റ്റീൻ 21st അമിനോ ആസിഡ് ആണ്. ഇപ്പൊ ഇവിടെ ആൻസർ സി ആണ്, അല്ലേ? Which of the following amino acids has to be supplemented in the diet? ഇവിടെ എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതാണോ ചോദിക്കുന്നത്, മറ്റൊരു രീതിയിൽ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഫിനൈലലൈനാണല്ലോ ഓപ്ഷൻ, ബാക്കി വായിക്കണ്ടല്ലോ. എ ആണ്. അമിനോ ആസിഡ്സ് വിത്ത് ആരോമാറ്റിക് സൈഡ് ചെയിൻ ഏതാണ്? അത് ആരോമാറ്റിക് അമിനോ ആസിഡ് ഏതാണോ ചോദിച്ചത്? ഏതാണ്? ഇപ്പൊ ട്രിപ്റ്റോഫാൻ, ഫിനൈലലൈൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, അല്ലേ? അവിടെ ഡി ആണ് ആൻസർ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്? സിസ്റ്റൈൻ, മെത്തിയോണിൻ, ഓൾ ദ എബോവ്. ഏതാ? സിസ്റ്റൈനും മെത്തിയോണിനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ് അത്? സൾഫർ കണ്ടെയ്നിങ് ആണ്. സിസ്റ്റൈൻ എന്താണ്? അതും സൾഫർ കണ്ടെയ്നിങ്. കാരണം സിസ്റ്റൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റീൻ ചേർന്നിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഡി ആണ് ആൻസർ. സെലിനോസിസ്റ്റീൻ ഇസ് കൺസിഡർഡ് ആസ് ദ 21st അമിനോ ആസിഡ് കോഡഡ് ബൈ the UGA codon നമ്മൾ പഠിച്ചു. Which of the following is an example of amino acid? ഏതാ? ഓപ്ഷൻ വായിക്കാതെ നമുക്ക് പറയാം. ഏതാണ്? പ്രോലിൻ ആണ്, അല്ലേ? ഓപ്ഷനിൽ എല്ലാ ഓപ്ഷനും വായിക്കാതെ നമുക്ക് അറിയാം. പ്രോലിൻ, സി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചതാണ്. അതായത് the unusual amino acid which is typically found in collagen
സെലനോസിസ്റ്റിൻ, ഹൈഡ്രോക്സിപ്രോലിൻ, ഗാമ കാർബോക്സി ഗ്ലൂട്ടമേറ്റ്, എൻ ഫോമൈൽ മെത്തിയോണിൻ. അത് ഹൈഡ്രോക്സി പ്രോലിനാണ്. അതായത് ഇതുപോലെ ഇത് കൂടാതെ അൺയൂഷ്വലായിട്ട് കൊളാജനിൽ കാണുന്ന മറ്റൊരെണ്ണമാണ് ഹൈഡ്രോക്സി പ്രോലിൻ കൂടാതെ ഇതാണ് ഹൈഡ്രോക്സി ലൈസിൻ. അപ്പം ഓർത്തിരിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി, വിച്ച് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്? ഞാനിപ്പോൾ പറഞ്ഞതാണ്. അലാനിൻ, ലൈസിൻ, ഐസോലൂസിൻ, ഗ്ലൈസിൻ എന്താണ്? ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഐസോലൂസിൻ, ഇവിടെ സി ആണ് ആൻസർ. പിന്നെ എന്താ? ഫിനൈലലാൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ ആൻഡ് ത്രിയോൺ. ഓക്കെ, താങ്ക് യു.